മിൽക്ക് ഷേക്സാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ മിക്സ്ഡ് ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് എന്ന് പറഞ്ഞാലും വളരെ നല്ല കാര്യമല്ലേ. പാലുണ്ടാകും, പിന്നെ കുറച്ച് ഐസ്ക്രീം ഉണ്ടാകും, ധാരാളം ഫ്രഷ് ഫ്രൂട്ട്സ്. അപ്പോൾ അത്രയും ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുന്നു എന്നുള്ളതാണ് സാരം. അപ്പോൾ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ ഫ്രഷ് പൈനാപ്പിൾ, ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പൈനാപ്പിളിൻ്റെ ക്രഷ് എന്തായാലും കുറച്ച് പലതരം ഫ്രൂട്ട് ക്രഷ് വാങ്ങി വീട്ടിൽ വയ്ക്കുക. ഈ വേനൽക്കാലത്ത് പൈനാപ്പിൾ, സ്ട്രോബെറി ഇങ്ങനെ മാറി മാറി പലതും കിട്ടും, പല 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 വെറൈറ്റീസ്. അതിൽ കുറച്ചൊക്കെ മേടിച്ച് വെച്ചാൽ നമുക്ക് മാറി മാറി ഓരോ കാര്യത്തിൽ ട്രൈ ഔട്ട് ചെയ്യാം. പിന്നെ ഒരു റോബസ്റ്റ പഴം, പിന്നെ പപ്പായ, ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് പഴുത്ത പപ്പായ, പിന്നെ വാട്ടർമെലൺ. എന്തായാലും നമ്മളൊരു തണ്ണിമത്തൻ വാങ്ങിച്ചാൽ അത് പല പല രീതികളിൽ നമ്മളത് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഒരേപോലത്തെ ജ്യൂസ് ഉണ്ടാക്കാണ്ട് മാറി മാറി പല പല കാര്യങ്ങൾ ട്രൈ ചെയ്യാം. ഇതിനോടൊപ്പം സ്ട്രോബെറി ഐസ്ക്രീം, പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ്, ഇതെല്ലാ കാര്യങ്ങളും കൂടി വെച്ചിട്ട് നമ്മളുടെ മിക്സ്ഡ് ഫ്രൂട്ട് മിൽക്ക് ഷേക്കാണ് തയ്യാറാക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇനി കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ചേർക്കണം എന്നുണ്ടെങ്കിൽ അതുമാകാം. അപ്പോൾ ആദ്യം ഒരു കപ്പോ 1.5 കപ്പോ, അപ്പോൾ നമ്മൾക്ക് ഇഷ്ടാനുസരണം പപ്പായ ഒരു കപ്പ് മിനിമം വേണം, 1.5 ആയാലും കുഴപ്പമില്ല. അതിനോടൊപ്പം 1 കപ്പ് വാട്ടർമെലൺ, നമ്മുടെ തണ്ണിമത്തൻ, അതിൻ്റെ കൂടെ റോബസ്റ്റ പഴം നന്നായിട്ട് പഴുത്തത് ഒരെണ്ണം. അപ്പോൾ 3 ഫ്രൂട്ട് കയറി കഴിഞ്ഞു. പിന്നെ പൈനാപ്പിൾ, ഫ്രഷ് പൈനാപ്പിൾ, നല്ല പഴുത്ത മധുരമുള്ള പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ നമ്മളൊരു 2 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ ക്രഷ്, ഒരു ചെറിയൊരു പൈനാപ്പിൾ ഫ്ലേവറും കൂടി കിട്ടട്ടെ. അതിനോടൊപ്പം പിന്നെന്താ വേണ്ടത്, സ്ട്രോബെറി. അപ്പോൾ ഒരു സ്ട്രോബെറി ഫ്ലേവർ കിട്ടാൻ സ്ട്രോബെറി ഐസ്ക്രീമാണ് ഉപയോഗിക്കുന്നത്. അതല്ലെങ്കിൽ ഫ്രഷ് സ്ട്രോബെറീസ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും വളരെ നല്ലതാണ്. ഇതിൽ എന്ത് വേണമെങ്കിലും ചേർക്കാം. പിന്നെ കുറച്ച് തണുത്ത പാൽ, ഐസ് പാലല്ല, ഇത് സാധാരണ തണുത്ത പാൽ, അത്രേ ഉള്ളൂ. ഏതാണ്ട് 1 കപ്പ് വരെ ആകാം പാലും. പിന്നെന്താ വേണ്ടത്, പിന്നെ കുറച്ച് ധാരാളമായിട്ട് ഐസ് ക്യൂബ്സ്, ഇഷ്ടംപോലെ ഐസ് ക്യൂബ്സ് ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പം നിറച്ച് നമ്മളുടെ ബ്ലെൻഡർ നിറയുന്ന അത്രയും രീതിയിൽ നമ്മളുടെ മിൽക്ക് ഷേക്ക് റെഡിയാക്കാൻ, മിക്സ്ഡ് ഫ്രൂട്ട് മിൽക്ക് ഷേക്ക്. കളർഫുള്ളായിട്ടുള്ള നല്ല ഒരു മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതൊരു മിൽക്ക് ഷേക്ക് എന്ന് നമുക്ക് പേരിടാമെങ്കിൽ കൂടുതലൊരു സ്മൂത്തി പോലെയാണ് വാസ്തവത്തിൽ. ഇതൊരു മിക്സ്ഡ് ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് എന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ വേണമെങ്കിൽ ഒരു മിക്സ്ഡ് ഫ്രൂട്ട് സ്മൂത്തി എന്ന് വേണമെങ്കിലും പറയാം. കാര്യം കുറേ ഫ്രൂട്ട്സ്, ഇതിലിപ്പോൾ നമ്മളൊരു 3 ഫ്രൂട്ട്സാണ് ചേർത്തിരിക്കുന്നത്. എന്താണ്, നമ്മുടെ പപ്പായ, വാട്ടർമെലൺ, പിന്നെ നമ്മൾ പഴം, റോബസ്റ്റ. ഇതിനോടൊപ്പം നമ്മളൊരു ഫ്രൂട്ടിന് പകരം പൈനാപ്പിൾ ഫ്രഷ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ക്രഷ് ചേർത്തു പൈനാപ്പിളിൻ്റെ. പിന്നെ ഇതിൽ ഏത് ബെറീസ് വേണമെങ്കിൽ ചെയ്യാം, സ്ട്രോബെറി പോലെയുള്ള പലതരം, റാസ്ബെറിയോ സ്ട്രോബെറിയോ, പിന്നെ കിട്ടുന്ന ഏത് തരം ബെറി, ബ്ലൂബെറിയോ ഒക്കെ ചേർക്കാം. അപ്പോൾ കളറൊക്കെ ഒന്ന് മാറും. പിന്നെ മാങ്ങയുടെ സീസണാണ്, മാങ്ങ വേണമെങ്കിൽ ചേർക്കാം, മാമ്പഴം. അപ്പോൾ എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഇത് ആരോഗ്യത്തിന് നല്ലത്, കുടിച്ചാൽ വലിയ ഉന്മേഷമായിരിക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല, വീട്ടമ്മയ്ക്ക് കഴിച്ചാലും വളരെ നല്ലതാണ്.